ഹായ് ഫ്രണ്ട്സ്, ഇത് ഞങ്ങളുടെ ഒരു ക്യാമറയാണ്, വൈഫൈ ക്യാമറ. അപ്പോൾ ഇത് കുറേ കാലമായിട്ട് വെറുതെ ഇരിക്കുകയായിരുന്നു. ഇന്ന് കണ്ടപ്പം ഇതെടുത്തിട്ട് വീട്ടിൻ്റെ ഫ്രണ്ട് ഫിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിപ്പോൾ വർക്കിംഗ് ആണ്. വയേർഡായിട്ടാണ് നെറ്റ് കണക്ഷൻ കൊടുത്തേക്കുന്നത്. പിന്നെ സിം ഇടാനുള്ള സ്ഥലമുണ്ട്, എസ് ഡി കാർഡ് ഇടാനുള്ള സ്ഥലമുണ്ട് ഇവിടെ. ഇപ്പോൾ 16 GB ഇത് കിടക്കുന്നത്. 5 വോൾട്ട് ഇൻപുട്ട് കൊടുത്താൽ സാധാ ചാർജറിൽ കുത്തി കൊടുത്താൽ മതി. പിന്നെ ഇതിൽ നൈറ്റ് വിഷൻ വരുന്നതാണ്, നൈറ്റ് വിഷൻ. പിന്നെ ഇപ്പോൾ ഇത് വർക്കിംഗ് ആണ്. ഇത് ഇനിയിപ്പോൾ പുറത്തുകൊണ്ട് ഫിറ്റ് ചെയ്യണം. നേരെ മോഡത്തു നിന്നാണ് ഇപ്പോൾ നെറ്റ് എടുത്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ വയർ മാറ്റിയിട്ട് പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് കണക്ട് ചെയ്യണം. ഇപ്പോൾ ഇത് വർക്കിംഗ് ആണ്. ഇപ്പം മൊബൈലിലേക്കൊക്കെ കിട്ടുന്നുണ്ട് നല്ലോണം, ഒരു പ്രശ്നമില്ലാതെ. ഇത് ഓരോ മിനിറ്റ് കൂടുമ്പം ഇതിങ്ങനെ വെറുതെ കിടന്ന് കറങ്ങും, ടേണിംഗ് എന്നും പറഞ്ഞുകൊണ്ട് ഓരോരോ സ്ഥലം വെച്ചിട്ട്. അപ്പം കുഴപ്പമില്ലാതെ ഇത് വർക്കൊക്കെ ആവുന്നുണ്ട്, അത്യാവശ്യം ക്ലാരിറ്റി ഉണ്ട്. പിന്നെ നമ്മൾ ഈ ആപ്പിൽ ഒരു വോയിസിൻ്റെ ഇതുണ്ട്. അതിൽ നമുക്ക് കയറിയിട്ട് എന്ത് വേണേലും പറയാം. ലോകത്ത് എവിടെ ഇരുന്നിട്ട് എന്ത് പറഞ്ഞാലും ഇവിടെ കേൾക്കും നമുക്ക്. ഇവിടെ ഇതാണ് സ്പീക്കർ. ഈ സ്പീക്കറിൽ കൂടെയാണ് കേൾക്കുന്നത്. അത്യാവശ്യം നല്ല സ്പീക്കറാണ്. പിന്നെ ഇപ്പോൾ നെറ്റ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ മൊബൈലിൽ കണക്റ്റഡാണ്. അത് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഈ ക്യാമറ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഞാൻ കൊടുത്തേക്കുന്നത്, ഇപ്പോൾ ഈ മൊബൈലിൽ ആപ്പ് തുറന്നിട്ടുണ്ട്. ഈ ആപ്പിൽ ഡയറക്ഷൻ മാറ്റാൻ ഉള്ള ഇത് നിൽക്കുക. അപ്പോൾ ഇത് മേലേക്ക് പൊങ്ങും. പിന്നെ സൈഡിലേക്കാവണമെങ്കിൽ സൈഡിലേക്കാവും. പിന്നെ ഇങ്ങോട്ട്, പിന്നെ താഴോട്ട്, വേണമെങ്കിൽ മേലേക്ക്, താഴേക്ക്, ഇതെല്ലാം ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ സ്പീക്ക് ഓപ്ഷൻ ഉണ്ട്. നെക്കി പിടിച്ചിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ അതിൽ കേൾക്കും. പിന്നെ അതും കഴിഞ്ഞിട്ട് പിന്നെ റെക്കോർഡിങ്. നമ്മൾ റെക്കോർഡിൽ ഇട്ടാൽ മാത്രം റെക്കോർഡാവും, ഇല്ലെങ്കിൽ ലൈവ് വിഷ്വൽസ് മാത്രം. ഇത് റെക്കോർഡ് ഇട്ടില്ലെങ്കിൽ ഒരു ഉപകാരം ഇല്ലാതായി പോവും. എപ്പോഴും റെക്കോർഡിൽ തന്നെ കിടക്കണം. പിന്നെ ഈ ക്യാമറൻ്റെ ഒരു സംഭവമുണ്ട്. ഇതുണ്ടോ, നമുക്ക് ഓരോരോ സ്ഥലങ്ങൾ നമുക്ക് വേണമെങ്കിൽ മാർക്ക് ചെയ്ത് വെക്കാം. ഇപ്പോൾ ഇതൊരു സ്ഥലമാണ് ഞാൻ നേരത്തെ മാർക്ക് ചെയ്ത് വെച്ചേ. ഇതിപ്പോൾ വേറൊരു ഡയറക്ഷനിലേക്കാണ് ഇരിക്കുന്നത്. അത് ഞെക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വേറൊരു ഡയറക്ഷൻ. ആ ഡയറക്ഷൻ നേരത്തെ സേവ്ഡ് ആണ്. ഇപ്പം അടുത്ത താഴേക്കുള്ള വേറൊരു ഡയറക്ഷനാണ് ഞാൻ കൊടുത്തത്. എന്നുണ്ടോ, ഇത് രണ്ടും ഒരേ ഡയറക്ഷനാണ്. ഇപ്പം മേലേക്ക് കാണിക്കും. ഇതാണ് ഈ ആപ്പിൻ്റെ പ്രത്യേകതകൾ. പിന്നെ ഈ ക്യാമറേൻ്റെ. ഇനിയിപ്പോൾ നമുക്ക് ഒന്ന് പുറത്തുകൊണ്ട് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ വിഷ്വൽസ് കാണാം. ഇപ്പോൾ നമ്മൾ നെറ്റ്വർക്ക് കേബിൾ പുറത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് അവിടെ കൊണ്ട് കണക്ട് ചെയ്യണം. ഇത് നമ്മൾ ഫിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ആയിട്ടാണ്. ഇവിടെ ആയിട്ട് കറക്റ്റ് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ഈ ഭാഗം മൊത്തം കിട്ടും. അപ്പം ഈ നെറ്റ്വർക്ക് കേബിള് എടുത്തിട്ട് ഇതിലേക്ക് നേരെ കണക്ട് ചെയ്യണം. അവർ ഇവിടെ മൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നെറ്റ്വർക്ക് കണക്ഷൻ കൊടുത്തു. നെറ്റ്വർക്ക് കണക്ഷൻ നമ്മളിവിടെ കൊടുത്തു. പിന്നെ ഇൻ്റർനെറ്റ് കണക്ഷൻ കൊടുത്തു. പിന്നെ 5 വോൾട്ടിൻ്റെ അഡാപ്റ്റർ അതിപ്പോൾ കൊടുക്കും. അതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കണക്ട് ചെയ്യാം. കണക്ട് ചെയ്ത് കാണിച്ചു തരാം. നമ്മളിപ്പോൾ 5 വോൾട്ടിൻ്റെ സപ്ലൈ നമ്മളിപ്പോൾ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഇതിൻ്റെ പെയറിങ് റെഡിയാക്കണം ആപ്പിൽ കയറിയിട്ട്. അപ്പം കറക്റ്റ് കാണിക്കും. ഇനിയിപ്പോൾ ഇത് സിസ്റ്റം ടേണിംഗ് എന്ന് പറഞ്ഞിട്ട് ഇത് കറങ്ങും, ഫുൾ റൗണ്ടിലൊന്ന് കറങ്ങും.
അതാണ് ഇനി കറങ്ങും. അത് കഴിഞ്ഞിട്ട് ഇതായി ഇങ്ങനെ കറങ്ങും. 2-3 വട്ടം ഇങ്ങനെ കറങ്ങും. അതിന് കണക്റ്റിംഗ് എന്ന് പറയും. ഇനിയിപ്പോൾ ഇത് കണക്ട് ചെയ്യണം. കണക്ട് ചെയ്യുന്ന കണക്ട് ചെയ്യുന്ന വീഡിയോ കാണിച്ചു തരാം. നമ്മളിനി ക്യാമറ കണക്ട് ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് V380 Pro എന്ന് പറഞ്ഞൊരു ആപ്പാണ് ഈ ക്യാമറേൻ്റെ തന്നെ. അതെടുക്കണം. എന്നിട്ട് വേണം നമുക്ക് ബാക്കി ചെയ്യാൻ. ഇതിലിപ്പോൾ ഞാൻ നേരത്തെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കണക്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ എന്നെയാണ് ഈ ക്യാമറയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇത് കറക്റ്റ് കണക്റ്റായി. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇതിൽ ടേണിങ് ഉണ്ട്. ടേണിങ്ങിൻ്റെ സംഭവം ചെയ്യണം. എന്താ നമ്മൾ അങ്ങോട്ട് തിരിക്കുമ്പോൾ അങ്ങോട്ട് എന്താ നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് വെച്ച് ലോക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള സ്ഥലത്തേക്ക് ആക്കുക. അപ്പോൾ ഇതാ ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ള സ്ഥലമായി. ഇതിനിപ്പം റെക്കോർഡിങ് ഇട്ട് വെക്കുക. ഇപ്പോൾ റെക്കോർഡാവാൻ തുടങ്ങി. ഇതിൽ പിന്നെ വേറൊരു ഓപ്ഷൻ ഉണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിലിപ്പോൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കേൾക്കും. ഹലോ ഇപ്പോൾ ക്യാമറ നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറയെ കേൾക്കും. ഈ ക്യാമറയുള്ള സ്പീക്കർ വഴി ഞാൻ കാണിച്ചു തരാം. ഈ ബട്ടണിൽ ഞെക്കി പിടിക്കുക. എന്നിട്ട് ഹലോ എന്നിട്ട് അപ്പോൾ ഇത് കേൾക്കണം. ഹലോ എന്ന് പറയേണ്ടത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിൽ ബാക്കി ഓപ്ഷൻസ് ഇതിൽ വേണമെങ്കിൽ ഇവിടുന്ന് പറയുന്നത് വേണമെങ്കിൽ മൊബൈലിലും കേൾക്കാൻ പറ്റും. അതൊക്കെയാണ് ഇതിലത്തെ ഓരോരോ ഓപ്ഷൻസ്. ഇപ്പോൾ ഇത് കണക്റ്റായി കറക്റ്റ് കാണാൻ തുടങ്ങി. നല്ല HD. പിന്നെ നൈറ്റ് വിഷൻ ഉണ്ട് ഇതിന്. ഒക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കാര്യങ്ങൾ.